ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-ന് സിംഗപ്പൂരിലെ 46 വയസ്സുള്ള ഒരാളെ സിംഗപ്പൂർ ഗവൺമെൻറ് തൂക്കി കൊന്നു. പുള്ളി ചെയ്ത ഓൾമോസ്റ്റ് സെയിം കുറ്റമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 8 പേരെയാണ് തൂക്കിക്കൊന്നത്. ഇനി ചെയ്ത കുറ്റം എന്താണെന്നല്ലേ, രാജ്യത്തോട്ട് ഇല്ലീഗലായിട്ട് ഡ്രഗ്സ് കടത്തുകയും യൂസ് ചെയ്യുകയും വിൽക്കുകയും ചെയ്തതാണ് കുറ്റം. നമ്മുടെ ഇന്ത്യയായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇന്ത്യയിൽ എത്ര കിലോ കണക്കിന് ഡ്രഗ്സ് പിടിച്ചു കഴിഞ്ഞാൽ ചില കേസുകളിൽ ജാമ്യം എടുത്ത് വീട്ടിൽ പോരാം, ചില കേസുകളിൽ ഫൈൻ അടച്ചാൽ മതി. ഇനി അപൂർവങ്ങളായ കേസിൽ ഒരു 10-20 വർഷം പോയിട്ട് ജയിലിൽ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ ശൈലി അങ്ങനെയല്ല. സിംഗപ്പൂർ ഗവൺമെൻറ് ഓരോ ഡ്രഗ്സിനും ഒരു നിശ്ചിത കണക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കഞ്ചാവിൻ്റെ കേസിലാണെങ്കിലേ പിടിക്കുന്ന സമയത്ത് 500 ഗ്രാമിൻ്റെ മുകളിലാണ് കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഡെത്ത് പെനാൽറ്റി, അതായത് വധശിക്ഷയാണ് ഗവൺമെൻറ് തരിക. കഞ്ചാവിൻ്റെ കേസിൽ മാത്രമല്ല, ബാക്കി എല്ലാ ഡ്രഗ്സിനും ഇതേപോലെ തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ മിനിമം ക്വാണ്ടിറ്റി കഞ്ചാവിന് പറയുന്നത് 1-2 കിലോ ആണ്. പക്ഷേ സിംഗപ്പൂരിൽ 500 ഗ്രാമിൻ്റെ മുകളിലാണെങ്കിൽ ഡെത്ത് പെനാൽറ്റിയാണ് കിട്ടുക. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ആളുകളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡെത്ത് പെനാൽറ്റിക്ക് അയക്കുന്നതാണോ, അല്ലെങ്കിൽ അവർക്ക് നന്നാവാൻ വേണ്ടി ഒരു 10-20 വർഷം ജയിലിൽ അയക്കുന്നതാണോ ബെറ്റർ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റായിട്ടിടേ.